തമാശ. തമാശയിൽ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ സീരിയസ് ആകാറുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കൂട്ടുകാർക്കിടയിലാവാം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാകാം, സമൂഹത്തിലെ മറ്റ് വ്യക്തികൾക്കിടയിലാവാം. തമാശ അതിര് വിട്ടുപോകും. അതിനൊപ്പം മദ്യത്തിൻ്റെയോ മറ്റു ലഹരിയുടെയോ പിൻബലവും കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും അത് പലരുടെയും ജീവൻ തന്നെ എടുക്കാനും കാരണമാവും. അപ്പോൾ അത്തരം തമാശകൾ നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ ഒരു കളിയാക്കലായിരിക്കാം. ഒരു കളിയാക്കലിലൂടെ തുടങ്ങുന്നത് ഏറ്റുപിടിക്കാൻ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലുമൊക്കെ കാണും. ഇത് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് തമാശ പറയുന്നതായിരിക്കാം, ഒന്ന് കളിയാക്കുന്നതായിരിക്കാം. പക്ഷേ കളിയാക്കിയവർക്കും കളിയാക്കപ്പെട്ടവർക്കും ചിലപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ കേട്ട് നിൽക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ അത് മുതലെടുക്കും. അന്നാരും നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ കളിയാക്കപ്പെട്ട ആളുടെ മനസ്സിൽ പല പല കാര്യങ്ങളും ഇങ്ങനെ രൂപപ്പെടും. അതിന് മറ്റുള്ളവർ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എരിവ് കയറ്റുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ അതേക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് എന്താ, ഈ കളിയാക്കപ്പെട്ട ആളുടെ മനസ്സ് കൈവിട്ടു പോവും. അങ്ങനെ ഈ കളിയാക്കിയ ആളും ആയിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകും, ഉന്തുന്തകളും ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടാം. ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുമ്പോൾ മറ്റേ ആളുടെ ജീവിതം കൂടി നഷ്ടപ്പെടും, അല്ലേ? ഒരാളെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആരാണോ ഇല്ലാണ്ടാക്കിയത് അയാളുടെ ജീവിതം നഷ്ടപ്പെടും. ജീവനും ജീവിതവും ഒരുപോലെ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഒരു കൊലപാതകം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകുന്ന ആ ലഹരി എന്താണോ അത് നമ്മളെ കീഴ്പ്പെടുത്തും, നമ്മുടെ മനസ്സിനെ. ആ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഒരു യന്ത്രം പോലെയാക്കി മാറ്റും. അങ്ങനെയാണ് പലപ്പോഴും അരുതാത്തത് ചെയ്തു പോകുന്നത്. ഇത് സുഹൃത്തുക്കൾക്കിടയിലുള്ള കാര്യം ഇങ്ങനെയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, ജീവിതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും തന്നെയാണ്. അവർക്കാണ് അവിടെ പ്രാധാന്യം മുഴുവൻ. അച്ഛൻ അമ്മ എന്ന് പറയുമ്പോഴും അവർ രണ്ടുപേരും ഒന്നാണ്, അല്ലേ? ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇത്തരത്തിലുള്ള കളിയാക്കലോ അല്ലെങ്കിൽ തമാശയ്ക്ക് പറയാൻ എനിക്ക് തന്നെ വേണ്ട, നീ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ കേൾക്കുന്ന ആൾ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, തന്നോടതിങ്ങനെ പറഞ്ഞ ആൾ, തൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ തന്നോടങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു വേദന, ഒരു നിമിഷം ഒരു ഷോക്കാവും. ചില സമയത്ത് അതിനെ തമാശ എന്നുള്ള രീതിയിൽ തള്ളിക്കളയും. പക്ഷേ മറ്റാരുടെയെങ്കിലും മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും ഒരു പങ്കാളിക്കും താങ്ങാൻ കഴിയുകയില്ല. കാരണം നേരത്തെ ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റംഗങ്ങൾ, കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് അതൊരു അവസരമായി മാറും. അതായത് മിക്കവാറും എല്ലാ മനുഷ്യരും മറ്റൊരാളെ കുത്തി നോവിക്കാനൊരു സാഹചര്യം കിട്ടിയാൽ അത് മുതലെടുക്കുന്നവരാണ്. പ്രത്യേകിച്ചും അല്പം പ്രായം ചെന്ന ആളുകൾ. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റു സുഹൃത്തുക്കൾ മുതലെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള മറ്റു കുടുംബാംഗങ്ങൾ അതവരുടെ മനസ്സിലത് വെച്ചേക്കും. അത് അവർക്ക് നാളെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കും. അതിനൊരു മാറ്റവുമില്ല. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം.
താൻ തൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തമാശയ്ക്ക് എന്തെങ്കിലും പറയുന്നത് അത് ഞങ്ങൾക്കിടയിലുള്ള സ്വകാര്യതയാണ്, അത് മറ്റൊരാൾക്കും അതിൽ കൈകടത്തേണ്ട കാര്യമില്ല എന്ന് ഇടയ്ക്കെങ്കിലും കുടുംബാംഗങ്ങളെ, പങ്കാളികളിൽ ആരാണോ പറയാനത് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ മറ്റാർക്കും ശകാരിക്കാനോ കുത്തി നോവിക്കാനോ ഉള്ള അവസരം ഞാൻ നൽകില്ല എന്ന് ഒരു ബോധ്യപ്പെടുത്തൽ ഇടയ്ക്ക് നൽകുന്നത് കുടുംബജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ എന്താണ്, ഒരു ദേഷ്യം അല്ലെങ്കിൽ വാശിയുടെ പുറത്ത് പറയും, ശരി നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണ്ട, നമുക്ക് രണ്ട് വഴിക്കാവാം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരിക്കലും അവർ മനസ്സിലങ്ങനെ ഉറപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചുകൊണ്ടോ അല്ല അവർ തീരുമാനം എടുക്കുന്നത്. അവർക്ക് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് അവരുടെ മനസ്സിൽ അങ്ങനൊരു തോന്നൽ പെട്ടെന്ന് ഉളവാക്കുന്നത്. അതായത് പങ്കാളികൾക്കിടയിൽ, അങ്ങനെ പറയട്ടെ, പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ ഒരാളെ ജയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തു പറയും, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, മോശമാണ്, അങ്ങനെയാണ്, നിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുക, എനിക്ക് നിന്നെ വേണ്ട, നമുക്ക് രണ്ടാകുന്നതാണ് നല്ലത്, ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറഞ്ഞ് ലാസ്റ്റ് പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒന്നിച്ചുള്ള ജീവിതം അവസാനിപ്പിക്കുക, രണ്ടുപേർക്കും രണ്ട് വഴിയിലേക്ക് പോകാം എന്നതാണ് ഏറ്റവും അവസാനമായി പറയുന്ന ഒരു വാക്ക്. അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ആളും ഈ കേൾക്കുന്ന ആളും, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. കാരണം ഇതാരാണോ പറഞ്ഞ ആൾക്ക് ആ ഒരു സന്ദർഭം കഴിയുമ്പോഴേക്കും അയാളത് വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം അയാളുടെ മനസ്സിൽ ഉള്ള കാര്യമല്ല പറഞ്ഞത്, വാശിയുടെ പുറത്ത്, ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഈ കേട്ട ആൾക്ക് അല്ലേ, അവൾ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആലോചിക്കും, എന്നോട് അങ്ങനെ പറഞ്ഞുവല്ലോ, അപ്പോൾ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണല്ലോ, അത് മറ്റുള്ളവരൊക്കെ കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്നോട് എന്ത് ഒരു കാര്യമാണ്, ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഒരു പ്രാധാന്യമാണ് എനിക്ക് ഈ വീട്ടിൽ അങ്ങനെയാണെങ്കിലും ഉണ്ടാകുന്നത്. ഭർത്താവിന് വേണ്ടാത്ത ഒരു സ്ത്രീയായി മാറിയില്ലേ ഞാൻ, അപ്പോൾ എനിക്ക് ഈ കുടുംബം എന്ത് വിലയാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാനുണ്ടാവും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്, ശരി എന്നെ അത്ര വിശ്വാസമില്ല എങ്കിൽ നമുക്ക് രണ്ടാകാം എന്ന് തീരുമാനിക്കുന്നു. അതൊരു പക്ഷേ ആദ്യം കേൾക്കുമ്പം തമാശയായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് കേൾക്കുന്ന ആൾ കരുതും. പക്ഷേ ചിലപ്പോൾ നേരത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ ബാക്കി ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ശരി എനിക്കും അത് തന്നെയാണ് ഇഷ്ടം എന്ന് കേൾക്കുന്ന ആളും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങും. ഒരാൾ തീരുമാനത്തിൽ ആലോചിച്ചുറച്ച് എടുത്ത ഒരു തീരുമാനവും മറ്റൊരാൾ ദേഷ്യത്തിൻ്റെ പുറത്തെടുത്ത ഒരു തീരുമാനവുമാണ്. പക്ഷേ ഈ രണ്ട് തീരുമാനങ്ങളും ഒന്ന് തന്നെയാണ്, രണ്ടാവാം, രണ്ടായി പിരിയാം എന്നുള്ളത്. അപ്പോൾ ആ ദേഷ്യം മാറുന്നിടം വരെ ആ ഒരു തീരുമാനത്തിൽ മാറ്റം വരില്ല. ഭാര്യയായാലും ഭർത്താവായാലും ആ കേൾക്കുന്ന ആൾക്കും ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്, തന്നെ പറഞ്ഞല്ലോ എന്നുള്ളത്. അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് ദേഷ്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നം, മറ്റൊരു ഭാഗത്ത് തന്നെ അങ്ങനോട് പറഞ്ഞല്ലോ എന്നുള്ള ഒരു പ്രശ്നം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നമെന്നുള്ള രീതിയിലേക്ക് വളരുകയാണ്, വലിയ പ്രശ്നങ്ങളിലേക്ക് വളരുകയാണ്. ഒരു സമയത്ത് തോന്നുന്ന ആ മോശമായ ഒരു ചിന്ത മൂലം അല്ലെങ്കിൽ ഒരു വഴക്കോ പ്രശ്നമോ മൂലം പെട്ടെന്നാണ് എടുക്കുന്നത് ഇങ്ങനൊരു തീരുമാനം. ആ തീരുമാനം പിന്നെ അത് മാറ്റണം എങ്കിൽ
അല്ലെങ്കിൽ മനസ്സിനെ പഴയ രീതിയിലാക്കണമെങ്കിൽ വളരെയധികം പ്രയാസം നേരിടും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ ഒരിക്കലും പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഹൃദയത്തിലേറ്റ് ഏൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ഏൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ് അത് വളരെ വലുതാണ്. ഒരു തല്ല് കൊടുത്താൽ ആ വേദന മാറുമ്പോഴത്തേക്കും അതങ്ങ് മറക്കും. പക്ഷേ മനസ്സിൻ്റെ വേദന എന്ന് പറയുന്നത് അങ്ങനെ കിടക്കും. അത് മായാൻ പാടാണ്, അല്ലെങ്കിൽ ഇല്ലാണ്ടാവാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ ഒരു വിവാഹ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞേക്കാം. അതിന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് തങ്ങളുടെ കുട്ടികളെയാണ് ബാധിക്കുന്നതെന്ന് ഓരോ അച്ഛനും അമ്മയും കരുതുക. ഓരോ നിമിഷവും തങ്ങൾക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ തങ്ങളുടെ മക്കളുടെ ജീവിതത്തെ വളരെ ദോഷമായി ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രണ്ടുപേരും, ഇപ്പം കൂട്ടുകാർക്കിടയിലുള്ള പ്രശ്നമായാലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നമായാലും ബന്ധുക്കളുടെ അയൽക്കാരുടെ, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ, അത് ഏത് തരത്തിലുള്ള ബന്ധവുമായിക്കൊള്ളട്ടെ, ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ മൂന്നാമതൊരാളല്ല, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് സംസാരിക്കേണ്ടത്. അത് മൂന്നാമതൊരാൾ കേൾക്കുക പോലും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്കതിന് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്ന് പോകാനോ സംസാരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാം. കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ നിൽക്കും എന്നുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളല്ല വലിയ കുട്ടികളാണ് വീട്ടിൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം. ആ സമയത്ത് മറ്റാരുമില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് എന്ന ഒരു ബോധം രണ്ടു പേർക്കും വേണം. എന്നിട്ട് ഞാൻ വലുത് ഞാൻ ചെറുത് എന്ന ഒരു ചിന്ത മാറ്റി വെച്ചതിന് ശേഷം തനിക്കങ്ങനെ പറയാനുണ്ട സാഹചര്യത്തെക്കുറിച്ചും തിരിച്ച് തനിക്ക് അത് കേട്ടപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കാം. തങ്ങൾ പരസ്പരം എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് പറയാൻ മറക്കുകയേ ചെയ്യരുത്. കാരണം ആ സ്നേഹം എത്രത്തോളമാണ് തങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് പ്രകടിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം തൻ്റെ ഭാര്യ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു ഭർത്താവ് മനസ്സിലാക്കിയാൽ അവിടെ പിന്നെ മറ്റൊന്നിനും ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഭാര്യയെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ മറ്റൊരു ദേഷ്യത്തിനോ വിഷമത്തിനോ സങ്കടത്തിനോ ഒന്നും ഒരു സാധ്യതയുമില്ല. ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയും. പക്ഷേ അത് പ്രകടിപ്പിക്കാതിരുന്ന ഒരു കാര്യവും നടക്കില്ല. പ്രകടിപ്പിക്കാനുള്ള കാര്യം പ്രകടിപ്പിക്കണം. ദേഷ്യം വന്നാൽ അത് നമ്മൾ ഒരാളെ ബഹളം വെച്ചതെന്നല്ല, ഒരു പാത്രം എറിഞ്ഞ് പൊട്ടിച്ചാലും സാരമില്ല, ആ ദേഷ്യം അവിടെ കൊണ്ട് തീർക്കുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സ്വന്തമായിട്ട് പൈസ മുടക്കി വാങ്ങിച്ചു വയ്ക്കണം. കുപ്പി അല്ലെങ്കിൽ എന്താ പറയുക, പൊട്ടുന്ന തരത്തിലുള്ള പാത്രങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക. ആ ദേഷ്യം വരുമ്പോൾ സർവ്വ ദേഷ്യവും എടുത്ത് അതിൽ അങ്ങോട്ട് എവിടേക്കാണോ എറിഞ്ഞ് ഉടയ്ക്കാൻ തോന്നുന്നത് അവിടേക്ക് എറിഞ്ഞ് ഉടയ്ക്കുക. അതിനുശേഷം ആ പൊട്ടിക്കിടക്കുന്ന ചില്ലുകൾ ഓരോന്നായിട്ട് അവരവർ തന്നെ വൃത്തിയാക്കുകയും വേണം, ആരുടെയും കയ്യിലും കാലിലും ഒന്നും കൊള്ളാതെ. അങ്ങനെ ഒന്ന് ശീലമാക്കൂ. അതൊരു നല്ല കാര്യമാണ്. ശീലമാക്കി തുടങ്ങുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന്. അപ്പോൾ ദേഷ്യം അമിതമായിട്ടുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ പറഞ്ഞു തന്നത് മറക്കണ്ട, പരസ്പരം സംസാരിക്കുക എന്നുള്ളത്. അതിൽ മറ്റാരെക്കുറിച്ചും ചിന്തിക്കില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം. എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. വിവാഹ ദിവസം മുതൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം പെണ്ണ് കാണൽ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അന്ന് മുതൽ ഉള്ള കാര്യങ്ങൾ ഓർക്കുക.
അന്ന് മുതൽ നിങ്ങളുടേതാവും എന്ന് കരുതുന്ന ആ സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചോ ചിന്തിക്കുക. എത്രമാത്രം സ്വപ്നം കണ്ടിരുന്നു ജീവിതത്തെക്കുറിച്ച്. ആ വിവാഹ ദിവസം, വിവാഹത്തിന് ശേഷമുള്ള സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ, രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രകൾ, പരസ്പരം നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ, പിന്നെ നമുക്കുണ്ടായ നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദേഷ്യം വരും, സങ്കടമൊക്കെ വരും. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ആ സങ്കടം എത്രമാത്രം നമ്മളെ വേദനിപ്പിച്ചു എന്ന് നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അതുപോലെ സോഫ്റ്റായിട്ടേ സംസാരിക്കാവുള്ളൂ. അത്ര ശാന്തതയോടുകൂടി. എന്നാലും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹത്തോടു കൂടി, ആ സ്നേഹത്തിൻ്റെ ആ ഒരു മാധുര്യം പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കണം, മനസ്സോടുകൂടി ഇരിക്കണം. അല്ലാതെ വിളിച്ചതല്ലേ ഒന്ന് കേട്ടേക്കാം എന്ന മനസ്സോടുകൂടി ഇരിക്കില്ല. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമാണ്, മറ്റാർക്കും അവിടെ ഒരു സ്ഥാനവുമില്ല. ഇതിൽ ആരെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ആ ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമുക്ക് പ്രിയപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അമ്മയാണ് ഒപ്പം ഇരിക്കുന്നത്. ജീവിതം അവസാനിക്കുന്നിടം വരെ തനിക്ക് താങ്ങും തണലും ആവേണ്ട ആളാണ് ഒപ്പം ഇരിക്കുന്നത് എന്ന് മറക്കരുത്. അതിന് ശേഷം സംസാരിച്ച് തീർന്ന് സ്നേഹത്തോടെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു ചായയൊക്കെ കുടിച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടുള്ള എന്തെങ്കിലും ചെറിയ ഒന്ന് വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു വരിക. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളും സംസാരങ്ങളും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഒരിക്കലും തമാശയും ദേഷ്യവും ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.